റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദിയിൽ വൻ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്നു എന്നാണ് മോസ്കോയുടെ പക്ഷം. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ നടത്തിയ പ്രസ്താവനകളിൽ ഫെബ്രുവരി 28-ന് ഇറാനിൽ നടന്ന സൈനിക നീക്കങ്ങളെയും വ്യോമാക്രമണങ്ങളെയും അമേരിക്കൻ സ്പോൺസേർഡ് ആക്രമണങ്ങളായാണ് റഷ്യ വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ ആണവ നയങ്ങളെയും ഇതിനോടൊപ്പം റഷ്യ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ആണവായുധ നിർവ്യാപന കരാർ ചരിത്രപരമായി അവഗണിച്ച രാജ്യമാണ് ഇസ്രയേൽ എന്ന് സഖറോവ കുറ്റപ്പെടുത്തി. ലോകരാജ്യങ്ങൾ ആണവ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രയേലിന്റെ ഇത്തരം നടപടികളെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന സൂചനയാണ് മോസ്കോ നൽകുന്നത്. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള ഈ കടന്നുകയറ്റം അധിനിവേശമാണെന്നും അതിന് പൂർണ്ണമായി പിന്തുണ നൽകുന്നത് അമേരിക്കയാണെന്നും റഷ്യൻ ഡിപ്ലോമാറ്റ് ആരോപിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധക്കൊതിയന്മാർക്ക് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അമേരിക്ക അവസരം ഒരുക്കുകയാണെന്ന് റഷ്യ വിശ്വസിക്കുന്നു. സമാധാനപരമായ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഇറാനെ തടയാൻ ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സഖറോവ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന രീതിയിലുള്ള ഇത്തരം അഗ്രസീവ് നിലപാടുകൾ ഉപേക്ഷിക്കാൻ അമേരിക്ക തയ്യാറാകണം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു പ്രധാന സാമ്പത്തിക സൈനിക പങ്കാളിയാണ്. എന്നാൽ ഈ വിമർശനങ്ങൾക്കിടയിലും പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില നയങ്ങളെ റഷ്യ സ്വാഗതം ചെയ്യുന്നുവെന്നത് ശ്രദ്ധേയമാണ്. ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടാൻ ട്രംപ് എടുത്ത തീരുമാനം ഒരു ശുഭസൂചനയായി സഖറോവ വിലയിരുത്തി. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഇത്തരം നയതന്ത്ര നീക്കങ്ങൾ ഗുണകരമാകും. ഇരുപക്ഷവും നിലനിൽക്കുന്ന ഭിന്നതകൾ പരിഹരിക്കുമെന്നും അന്തിമ കരാറിലെത്താൻ സാധിക്കുമെന്നും റഷ്യ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. റഷ്യയുടെ ഈ നിലപാട് അമേരിക്കൻ വിദേശ നയത്തെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇസ്രയേലിനെ അന്ധമായി പിന്തുണയ്ക്കുന്നത് മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയോടുള്ള വിരോധം വർദ്ധിപ്പിക്കും. റഷ്യ ഇതിനെ ഒരു അവസരമായി കാണുകയും അറബ് ഇറാൻ മേഖലകളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഫെബ്രുവരി 28-ലെ ആക്രമണത്തെക്കുറിച്ച് റഷ്യ പുറത്തുവിട്ട വിവരങ്ങൾ ലോകരാജ്യങ്ങൾ ഗൗരവമായാണ് കാണുന്നത്. അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇസ്രയേൽ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നത് പരസ്യമായ രഹസ്യമാണെങ്കിലും റഷ്യ അത് ഔദ്യോഗികമായി തുറന്നു പറഞ്ഞത് നയതന്ത്ര തലത്തിൽ വലിയ ചലനമുണ്ടാക്കും. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ റഷ്യയുടെ രാഷ്ട്രീയ പിന്തുണ ടെഹ്റാനിൽ ഭരണകൂടത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അമേരിക്കയിലെ ഭരണമാറ്റം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കരുതിയവർക്ക് ട്രംപിന്റെ പുതിയ തീരുമാനങ്ങൾ മിശ്രിത പ്രതികരണമാണ് നൽകുന്നത്. ഒരു വശത്ത് ഇസ്രയേൽ താൽപര്യങ്ങൾക്കായി ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നു, മറുവശത്ത് വെടിനിർത്തൽ നീട്ടുന്നു. ഈ വൈരുദ്ധ്യം ട്രംപിന്റെ നയതന്ത്ര ശൈലിയുടെ ഭാഗമാണെന്ന് നിരീക്ഷകർ കരുതുന്നു. എന്നാൽ റഷ്യ ഇതിനെ ഗൗരവമായി നിരീക്ഷിക്കുകയും ഇറാന്റെ പക്ഷം ചേർന്ന് അമേരിക്കയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ആണവായുധ നിർവ്യാപന കരാറിനെ കുറിച്ചുള്ള സഖറോവയുടെ പരാമർശം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര തിരിച്ചടിയാണ്. ഇസ്രയേലിന്റെ ആണവ രഹസ്യങ്ങൾ ലോകത്തിന് മുന്നിൽ വീണ്ടും ചർച്ചയാക്കാൻ റഷ്യ ശ്രമിക്കുന്നു. ഇത് മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കും ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു പ്രലോഭനമായി മാറിയേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. യുദ്ധക്കൊതിയന്മാരുടെ ലക്ഷ്യം പശ്ചിമേഷ്യയെ തകർക്കുക എന്നതാണെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് തുറന്നടിച്ചു. ഇതിന് കൂട്ടുനിൽക്കുന്ന അമേരിക്കയുടെ വിദേശ നയം ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇറാന്റെ തിരിച്ചടികൾ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ലോകം. റഷ്യയുടെ ഇടപെടൽ ഈ സംഘർഷത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നുണ്ട്. സമാധാനത്തിനായുള്ള അന്തിമ കരാറുകളിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിക്കട്ടെ എന്ന റഷ്യയുടെ ആശംസയിൽ ഒരു രാഷ്ട്രീയ തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കും ഇസ്രയേലിനും മേൽ ചുമത്താൻ റഷ്യ ഇതിലൂടെ ശ്രമിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയത്തെ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഈ പുതിയ ധ്രുവീകരണം മൂലമാണ്. അമേരിക്കയുടെ നയങ്ങൾ ഇറാന്റെ ആഭ്യന്തര ഐക്യത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെങ്കിലും അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയുള്ള ഇറാൻ ഇപ്പോൾ കൂടുതൽ കരുത്തോടെ അമേരിക്കയെ നേരിടാൻ സജ്ജമാണ്. സഖറോവയുടെ വാക്കുകൾ അമേരിക്കയ്ക്കുള്ള ഒരു അവസാന താക്കീതായി മാറുന്നു. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയങ്ങൾ വലിയൊരു തടസ്സമാണെന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുകയാണ്.